ശിവകുമാർ. എല്ലാവർക്കും സിനിമ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു വിനോദ ഉപാധിയാണ്. ജീവിതത്തിലെ ഒഴിവ് സമയങ്ങൾ അല്പം ഉല്ലാസപൂർണ്ണമാക്കാൻ വേണ്ടി നാം കണ്ടെത്തുന്ന ഒരു വഴിയാണ് സിനിമ കാണുന്നത്. എന്നാൽ ആ സാധാരണ കാഴ്ചയ്ക്കപ്പുറം ചില സിനിമകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ഉൽപ്രേരകമായോ അതിലേക്കുള്ള ഒരു വഴി തുറക്കലായോ സിനിമ കാരണമാവാറുമുണ്ട്. പ്രശസ്ത ഹോളിവുഡ് സംവിധായകനായ ജൊനാഥൻ ഡെമ്മെ സംവിധാനം ചെയ്ത ഫിലാഡൽഫിയ എന്ന സിനിമ, ടോം ഹാങ്ക്സ് അതിലൊരു എയ്ഡ്സ് രോഗിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. 1993 ആ സിനിമ ഇറങ്ങിയത്. എയ്ഡ്സിനെ പറ്റി ഭീതിദായകമായ വാർത്തകളും എയ്ഡ്സ് രോഗികളെ ഭയത്തോടെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ലോകമെമ്പാടും നിലനിൽക്കുന്ന കാലത്താണ് ടോം ഹാങ്ക്സ് എന്ന് പറയുന്ന ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാർ എയ്ഡ്സ് രോഗിയായി അഭിനയിച്ച് എയ്ഡ്സ് രോഗത്തോടും രോഗികളോടുമുള്ള സമൂഹത്തിൻ്റെ അതുവരെയുള്ള തെറ്റായ ചിന്തകളെയാകെ തകിടം മറിച്ചത്. അതിനുശേഷമാണ് ലോകം എയ്ഡ്സ് രോഗികളെ കൂടുതൽ അനുതാപത്തോടു കൂടി നോക്കാൻ തുടങ്ങിയത്. ബെൽജിയൻ സിനിമയായ റോസറ്റ, അത് ഒരു പാവപ്പെട്ട ബെൽജിയൻ കൗമാരക്കാരിയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. മദ്യപാനിയായ അമ്മയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതിനായി കൗമാരക്കാരിയായ റോസറ്റയുടെ തൊഴിലിനായുള്ള അന്വേഷണവും ജോലി സ്ഥലത്തെ അവളുടെ കഷ്ടപ്പാടുകളും പീഡനങ്ങളുമൊക്കെയാണ് ആ സിനിമയുടെ പ്രമേയം. കൗമാരക്കാരായ കുട്ടികൾ ജോലി സ്ഥലത്ത് നേരിടുന്ന പീഡനങ്ങളെയും അവരുടെ കഷ്ടപ്പാടും സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും മുന്നിൽ തുറന്നു കാണിക്കാനാണ് സിനിമയ്ക്കായി. ഇതിനെ തുടർന്ന് ബെൽജിയൻ ഗവൺമെൻറ് കൗമാരക്കാരായ കുട്ടികളുടെ ജോലി സംരക്ഷണത്തിനായി ഒരു പ്രത്യേക നിയമം തന്നെ ഉണ്ടാക്കി. റോസറ്റ നിയമം എന്നാണ് ആ നിയമം അറിയപ്പെടുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ സിനിമയുടെ സാമൂഹിക പ്രസക്തിയെ പറ്റിയാണ്. ചില സന്ദർഭങ്ങളിൽ സിനിമ സാമൂഹ്യ മാറ്റത്തിനും സമൂഹത്തിലെ അനീതിക്കുമെതിരെ പോരാടാനും സമൂഹത്തിലെത്തിക്കാനുമുള്ള ഒരു ആയുധമായി തന്നെ മാറാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എന്ന വടകരയുടെ MP ലോകസഭയിൽ പ്രവാസികളായ, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നേരിടുന്ന ഒരു വലിയ ചൂഷണത്തെ പറ്റി പറയാൻ ആടുജീവിതം എന്ന സിനിമയാണ് ഉദാഹരിച്ചത്. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന പ്രവാസികളിൽ നിന്ന് അവധിക്കാലത്തും ആഘോഷകാലത്തുമെല്ലാം തന്നെ ഇന്ത്യൻ എയർലൈൻ കമ്പനികൾ നടത്തുന്ന കടുത്ത കൊള്ളയ്ക്കെതിരെയാണ് ഷാഫി പറമ്പിൽ ലോകസഭയിൽ ആടുജീവിതത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് സംസാരിച്ചത്. പല കാലങ്ങളായി ഇന്ത്യൻ എയർലൈനുകൾ നടത്തുന്ന ഈ കൊള്ളയടിയെപ്പറ്റി ലോകസഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അന്നെല്ലാം തന്നെ സാങ്കേതികമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്നും ആ കൊള്ളയടി അനുസ്യൂതം തുടരുകയാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഈ പ്രശ്നത്തിൽ വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് വകുപ്പ് മന്ത്രി ഉറപ്പ് കൊടുത്തെങ്കിലും ഇതിൽ തൃപ്തനാകാതെ പിറ്റേ ദിവസവും ലോകസഭയിൽ ഈ വിഷയം ഷാഫി പറമ്പിൽ കൂടുതൽ വൈകാരികമായിട്ടാണ് അവതരിപ്പിച്ചത്. ആ അവതരണത്തിനിടയിലാണ് ഷാഫി പറമ്പിൽ ആടുജീവിതം എന്ന സിനിമയെ പറ്റി പ്രതിപാദിച്ചത്. ഗൾഫിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ കഷ്ടപ്പാടിനെ പറ്റി പറയാനാണ് ആടുജീവിതം എന്ന സിനിമയെപ്പറ്റി അദ്ദേഹം സഭയിൽ പറഞ്ഞത്. മരുഭൂമിയിൽ അകപ്പെട്ട് ആടുജീവിതം നയിച്ച നജീബിന്റെ കഥ പറഞ്ഞു. ആടുജീവിതം എന്ന സിനിമയിലെ നജീബ് ഒരു ഭാവനാ സൃഷ്ടിയല്ലെന്നും അതുപോലെയുള്ള ഒരുപാട് നജീബുമാർ ഇന്നും ഗൾഫിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിലുള്ള രക്ഷിതാക്കൾക്ക് മരുന്ന് വാങ്ങാനും കുട്ടികളെ സ്കൂളിൽ അയക്കാനും വേണ്ടി ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നവരാണ് മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരുമെന്നും അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ പണമാണ് എയർലൈനുകൾ വല്ലപ്പോഴും നാട്ടിലൊന്ന് വരണമെന്ന് ഇവർക്ക് തോന്നുമ്പോൾ കൊള്ളയടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആടുജീവിതം പോലെയുള്ള, ഫിലാഡൽഫിയ പോലെയുള്ള, വരവേൽപ്പ് പോലെയുള്ള സിനിമകളെല്ലാം തന്നെ കണ്ടു മറന്നു പോകുന്ന സാധാരണ സിനിമാ കാഴ്ചകൾക്കും അപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സിനിമകളാണ്. ഇങ്ങനെയുള്ള സിനിമകൾ ലോകസഭ പോലെയുള്ള അത്യുന്നത വേദികളിൽ പരാമർശിക്കപ്പെടുമ്പോഴും അത് സമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോഴും കല്ല സമൂഹത്തിന് വേണ്ടിയാണെന്നുള്ള ആപ്തവാക്യത്തെ സാർത്ഥകമാക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ നമസ്കാരം.